കേരളത്തിന് ചങ്കെടുക്കുന്ന നിർണായകമായ രാഷ്ട്രീയ മണിക്കൂർ നമ്മൾ കടക്കുകയാണ്. ദാ വരാൻ പോകുന്ന എക്സിറ്റ് പോളുകൾ. ബംഗാളിൽ രണ്ടാം ഘട്ടം അവസാനഘട്ട പോളിംഗ് ഏതാണ്ട് പൂർത്തിയാവാൻ പോകുന്നു. അവിടെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര ഇപ്പോഴുമുണ്ട്. ഷാർപ്പ് 6:30 എന്നൊരു സമയമുണ്ടെങ്കിൽ വിവിധ ഏജൻസികൾ, വിവിധ ചാനലുകൾ അവരുടെ എക്സിറ്റ് പോൾ സർവേകൾ പുറത്തേക്ക് വരാൻ പോകുന്നു. ഉറപ്പായും സ്വാഭാവികമായും ബംഗാളിലെ എക്സിറ്റ് പോൾ ഫലം ആദ്യം വരാൻ എന്തായാലും ഇടയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അസം ഒന്നുകിൽ കേരളം ആദ്യം അല്ലെങ്കിൽ അസം. അപ്പോൾ ആര് വാഴും ആര് വീഴും എന്നതിന്റെ ഒരു കൃത്യമായ കണക്കെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു ഷാർപ്പ് ക്രിട്ടിക്കൽ ക്ലാരിറ്റി ഉള്ള ട്രെൻഡ് വരുന്ന എക്സിറ്റ് പോളിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് പോൾ ഓഫ് പോൾസിലേക്ക് സ്വാഗതം. അപ്പോൾ അതാണ് കെ ആർ ഗോപികൃഷ്ണൻ, അസിത ബി, ദിലീപ് കുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സിറ്റ് പോളുകൾ പാളിയ ചരിത്രം ഓഫ് കോഴ്സ് ഉണ്ട്. പക്ഷേ ഇതൊരു ട്രെൻഡ് നമുക്കറിയാവുന്നതാണ് അല്ലേ? ഡെഫിനറ്റ്ലി അറിയാൻ പറ്റും. മാത്രമല്ല നമുക്കറിയാലോ 2024 ഇതുപോലെ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ഒരു തുടർഭരണം പ്രവചിച്ചപ്പോൾ അന്ന് അങ്ങനെ സംഭവിച്ചതിൽ കോൺഗ്രസ്സുകാർ UDFകാരൊക്കെ വലിയ ക്ഷോഭം കാണിക്കുകയും മാധ്യമങ്ങളുടെ കണക്കുകൾ തെറ്റാകും, ഞങ്ങൾ അധികാരത്തിൽ വരുന്ന നിങ്ങൾക്ക് നോക്കിക്കാണാം എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ ആഷ്മി പറഞ്ഞതുപോലെ തന്നെ ഇത് വോട്ടെടുപ്പിന് ശേഷം വരുന്ന, അതിനുശേഷം ഉള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന സർവേ എന്ന നിലയിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഉറപ്പായും ഇതൊരു ട്രെൻഡ് സൂചനയായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തും. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും സ്ഥാനാർത്ഥികളും ഒക്കെ ഒരുപോലെ നെഞ്ചിടിപ്പോടുകൂടി കാത്തിരിക്കുന്നതാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ. എന്താണ് കേരളത്തിന് വേണ്ടി കാത്തുവച്ചിരിക്കുന്ന പ്രവചനങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് 4 സംസ്ഥാനങ്ങളിലെയും സ്ഥിതി എന്താണെന്നൊക്കെ നമ്മളെ അറിയാൻ സഹായിക്കുന്നതാണ്. വളരെ ഉദ്വേഗഭരിതമായ നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഒരു കൗണ്ടിങ്ങിന് പ്രീ കൗണ്ടിങ് ടൈമിലുള്ള ഒരു എന്താ പറയുക വൈബാണ് ഇതിനകത്ത് കാണാൻ പോകുന്നത്. 2011 ഇപ്പോൾ എക്സിറ്റ് പോൾ പാളി ചരിത്രം ഓഫ് കോഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞ ഹരിയാനയിൽ, ബീഹാറിൽ, മധ്യപ്രദേശ് ഒക്കെ ഉണ്ട്. പക്ഷേ 2011 കേരളത്തിൽ പറഞ്ഞ 11 പ്രധാനപ്പെട്ട സർവേകളിൽ 6 LDFന് ക്ലിയർ മെജോറിറ്റി പറഞ്ഞു. ഒറ്റ ഒരെണ്ണം മാത്രമാണ് പാളിപ്പോയത് UDFന്. ചാണക്യ 2021. അപ്പൊ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായ ട്രെൻഡായിരുന്നു. അതുകൊണ്ട് ഈ എക്സിറ്റ് പോളുകൾക്ക് ഒരു പ്രസക്തി എന്തായാലും ഉണ്ട്, ഇനി ആര് പരിഹസിച്ചാലും അല്ലേ? ഏതായാലും ഇതിൽ പരിഹാസം എന്തായാലും എക്സിറ്റ് പോൾ എന്നുള്ളത് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ചിലപ്പോൾ അത് പാളിയേക്കാം, ചിലപ്പോൾ അത് ശരിയായേക്കാം. കാരണം ഇതിന്റെ സാമ്പിൾ സൈസ് ഒക്കെ എടുത്താണല്ലോ ഇത്രയും വോട്ടർമാരെ കണ്ട് വോട്ട് ചെയ്ത് ഇറങ്ങിയാൽ ഉടൻ തന്നെ വോട്ടർമാരുടെ അഭിപ്രായം തേടിയൊക്കെയാണ് വിവിധ ഏജൻസികൾ. ഇത് ഏതെങ്കിലും ഒരു ഏജൻസി മാത്രമല്ല, രാജ്യത്തെ പ്രധാനപ്പെട്ട വിവിധ ഏജൻസികൾ നടത്തുന്ന സർവേയുടെ ഫലങ്ങളാണ് 24ന്റെ സ്ക്രീനിൽ തെളിയാൻ പോകുന്നത്. അല്പസമയത്തിനകം എക്സിറ്റ് പോളുകളുടെ ആദ്യ ഫലങ്ങൾ വന്നു തുടങ്ങും. ഏതായാലും എല്ലാ ഏജൻസികളുടെയും സമഗ്രമായ വിവരങ്ങൾ 24ന്റെ സ്ക്രീനിൽ കാണും. അപ്പൊ അസിത, ഒരു ഫേസ്ബുക്ക് സുഹൃത്തുക്കളാണ് എന്തോന്ന് സർവേ 4-ാം തീയതി വരെയുള്ള നേരത്തെ ജനം തീരുമാനിച്ചു കഴിഞ്ഞ കാര്യം പിന്നെയും ഈ പാർട്ടി ഇത്ര പാർട്ടി ആ പാർട്ടി ചുമ്മാ വല്ല കാര്യമുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ആ സുഹൃത്ത് ആദ്യം സ്ക്രീന് മുന്നിൽ ഇപ്പോൾ ഉണ്ട്. ഈ പറഞ്ഞ് കളിയാക്കുന്ന മുഴുവൻ മനുഷ്യന്മാരുണ്ട്, സകല രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് 4-ാം തീയതിയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരുടെയും ഇതെങ്ങോട്ടാണ് പോക്ക്, ഈ പിടികിട്ടായ്മയിൽ എന്തെങ്കിലും പിടികിട്ടുമോ എന്ന ഒരു ചോദ്യമാണ്. അത് തർക്കമുണ്ടോ? തീർച്ചയായും ഇനി 5 ദിവസമല്ലേ ഉള്ളൂ, 5 ദിവസത്തെ കാത്തിരിപ്പ് കൂടി പോരെ എന്ന് പൊതുവിൽ എല്ലാവരും ചോദിക്കാറുണ്ട്. പക്ഷേ 5 ദിവസത്തിന് മുൻപ് ഇങ്ങനെ ഒരു എക്സിറ്റ് പോൾ വരുമ്പോഴും കേരളത്തിലെ സകലമാന ജനങ്ങളും ഇന്ന് ടിവിയുടെ മുന്നിലായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇത്തവണ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരടക്കം വ്യക്തിപരമായ ചില സർവേകളൊക്കെ നടത്തി അവർ കൂടി അതിന്റെ റിസൾട്ട് ഫേസ്ബുക്കിലൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ അത്ര വലിയ ആവേശം, അത്ര വലിയ കാത്തിരിപ്പ് ഉണ്ട് എന്നതിൽ തർക്കമില്ല. ഒരു കാര്യം കൂടിയുണ്ട് ഹാഷ്മി, പ്രീ പോൾ ഫലങ്ങളായിരിക്കുമ്പോൾ എക്സിറ്റ് പോളിൽ ആവർത്തിക്കാൻ പോകുന്നത് എന്നൊരു വലിയ രാഷ്ട്രീയ കൗതുകമുണ്ട്. പ്രീ പോൾ സർവേകൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യമല്ല പോളിംഗിന് ശേഷം എന്നുള്ളതാണ് പൊതുവിലുള്ള വിലയിരുത്തൽ, പ്രത്യേകിച്ചും ഈ പോളിംഗ് ശതമാനമൊക്കെ ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ ആളുകളിലേക്ക് ഡയറക്റ്റ് ഇറങ്ങിച്ചെന്നുള്ള കണക്കെടുപ്പാണ്, അതിന്റെ സാമ്പിളുകളാണ്, അതിനൊരു ആധികാരികത ഉണ്ട് എന്നത് തന്നെ വിശ്വസിക്കാം. ഹാഷ്മി പറഞ്ഞതുപോലെ തെറ്റിയ ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും 2021 സാഹചര്യം വെച്ച് ഏറെക്കുറെ ഒരു ചിത്രത്തിലേക്ക്, ഒരു കണക്കിലേക്കൊക്കെ എത്താൻ എന്തായാലും സാധിക്കുമെന്ന്. 2021 എക്സിറ്റ് പോളുകളിൽ ആകെ പാളിപ്പോയത് ബംഗാൾ മാത്രമായിരുന്നു. ബംഗാളിൽ BJP അധികാരം പിടിക്കുമെന്ന് പറഞ്ഞില്ല, പക്ഷേ അവിടെ ഇഞ്ചോടിഞ്ച് ഫൈറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെയൊന്നുമല്ല ഉണ്ടായത്. അവിടെ TMC 100-ലധികം സീറ്റുകളുമായി ബഹുദൂരം മുന്നിലെത്തുകയും BJP 77ലേക്ക് ഒതുങ്ങുകയും ചെയ്തു. പക്ഷേ 3 സീറ്റിൽ നിന്നാണ് 77ലേക്ക് വന്നാൽ അത് വേറെ കാര്യം. പക്ഷേ അവിടെ മാത്രം പാളി. അതേസമയം കേരളത്തിലാവട്ടെ, തമിഴ്നാട്ടിലാവട്ടെ, അസമിലാവട്ടെ, പുതുച്ചേരിയിലാവട്ടെ ഓൾമോസ്റ്റ് ശരിയായിരുന്നു എക്സിറ്റ് പോൾ എന്ന് കൃത്യമായി പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.